നമസ്കാരം. മല്ലൂസ് കഫേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ധന്യ. ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ചുക്ക റെസിപ്പിയുമായിട്ടാണ്. വളരെ ഫാസ്റ്റായിട്ട് ക്വിക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ സ്വാദുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ കൂടൊപ്പം നിങ്ങൾ കിച്ചണിലേക്ക് പോകും. ചിക്കൻ ചുക്ക ഉണ്ടാക്കാനുള്ള ഐറ്റംസാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് ഒരു 4 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ തിൻ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞിട്ട് നമ്മളുടെ കോക്കനട്ട് ഓയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. കണ്ടോ, ഇതേപോലെ ഒരു തിൻ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞിട്ടാണ് ഞാനത് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കുക, നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ. പിന്നെ നമുക്ക് വേണ്ടുന്ന മസാല ഐറ്റംസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനകത്ത് എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ, 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല, കുറച്ച് കറിവേപ്പില കുറച്ച് അധികമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സൂപ്പറായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അത് ഞാൻ ഈ സവോള ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നല്ല കോക്കനട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താണ്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ് 2 ടീസ്പൂൺ അളവിൽ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പെപ്പർ പൗഡർ 1 ടീസ്പൂൺ അളവിലുള്ളത് ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മസാല 1 ടീസ്പൂൺ അളവിൽ എടുത്തിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, 1 ടീസ്പൂൺ അളവിൽ, അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിലും കൂടി ഞാനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ എടുത്തിട്ട് കൊടുത്തിരിക്കുന്ന ഒണിയനും നമ്മൾ എടുത്തിട്ടിരിക്കുന്ന മസാലകളും ഉപ്പും ഓയിലും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ പോർഷനിലും ഒന്ന് എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ആക്ച്വലി ചിക്കൻ ചുക്ക. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആക്ച്വലി ആകെ ഉള്ളൊരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സവോള ഒന്ന് വറുത്തെടുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സ്വാദിഷ്ടമായ ചിക്കൻ ചുക്ക നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിനെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ച ശേഷം ഏകദേശം ഒരു 2 മണിക്കൂറോളം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൂടി വെച്ച് അടച്ച് നമുക്ക് 2 hours കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ ഞാനിപ്പോൾ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഞാൻ 2 മണിക്കൂർ ഫ്രീസറിലാണ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചത്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് സെറ്റാക്കി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ പുറത്ത് വെക്കുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ 2 hours വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിനെ മൊത്തമായിട്ടൊന്ന് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ ചുക്കയുടെ ഏറ്റവും പ്രത്യേകത എന്താണെന്നറിയോ, നമുക്ക് ഈ സവോള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് ഇതിനകത്ത് ആഡ് ചെയ്യുമ്പം വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് ആക്ച്വലി ഈ ചിക്കൻ ചുക്കയ്ക്കുള്ളത്. അപ്പോൾ ഞാൻ ഈ പീസസൊക്കെ എല്ലാം ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ തണുപ്പൊന്ന് മാറി ഇതൊന്ന് ചിക്കനൊന്ന് ചൂടാവണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ തണുപ്പൊക്കെ മാറി ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ തന്നെ നമ്മുടെ ചിക്കനകത്തെ ഓയിലും
അതുപോലെ തന്നെ വെള്ളവും ഒക്കെ നന്നായിട്ടൊന്ന് ഊറി വന്നിട്ടുണ്ട്. ആ വെള്ളം ചിക്കനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണമെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിതുപോലെ ഇടയ്ക്കൊന്ന് തുറന്നു കൊടുക്കുന്നു, ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നു. കണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് വെന്ത് ആ ചിക്കൻ്റെ എല്ലിന്ന് ആ പീസുകളൊന്ന് അടന്ന് വരുന്ന പോലെയൊക്കെ ഒരു ഫീല് വരും. അപ്പോൾ അങ്ങനെ ഈ ഓയിലിനകത്ത് കിടന്ന് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരണം, മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് നന്നായിട്ട് വരണം. വീണ്ടും നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. അടപ്പ് മാറ്റുക, നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ യൂസ് ചെയ്യുമ്പം ചില്ലി പൗഡർ എപ്പോഴും കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കളർഫുള്ളായിട്ട് കിട്ടും. എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നോർമൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് നല്ല സ്പൈസി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിതിനൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സവോള നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് 1-2 എണ്ണം കൂടിയാലും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക.